1863 ഓഗസ്റ്റ് 28 വെങ്ങന്നൂരിലെ പ്ലാവിലത്തറ വീട്ടിൽ ജനിച്ചു. 1863 ഓഗസ്റ്റ് 28 വെങ്ങന്നൂരിലെ പ്ലാവിലത്തറ വീട്ടിൽ ജനിച്ചു. ബാല്യകാലനാമം കാളി എന്നാണ് അറിയപ്പെടുന്നത്. പുലയരാജ, മഹാത്മാ, ആധുനിക ദളിതരുടെ പിതാവ്, കേരള സ്പോട്ട്, ആളിക്കത്തിയ തീപ്പൊരി, യജമാനൻ, നിരക്ഷരനായ കേരള നവോത്ഥാന നായകൻ, ഇന്ത്യയുടെ ധീരനായ പുത്രൻ, ഇന്ത്യയുടെ ആദ്യ കമ്മ്യൂണിസ്റ്റ്, അധസ്ഥരുടെ പടത്തലവൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. പുലയരാജ, മഹാത്മാ, ആധുനിക ദളിതരുടെ പിതാവ്, കേരള സ്പോട്ട്, ആളിക്കത്തിയ തീപ്പൊരി, യജമാനൻ, നിരക്ഷരനായ കേരള നവോത്ഥാന നായകൻ, ഇന്ത്യയുടെ ധീരനായ പുത്രൻ, ഇന്ത്യയുടെ ആദ്യ കമ്മ്യൂണിസ്റ്റ്, അധസ്ഥരുടെ പടത്തലവൻ എന്നിങ്ങനെ അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നു. 1893 അയ്യങ്കാളി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. വെങ്ങന്നൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയാണ് വില്ലുവണ്ടി സമരം നടന്നത്. ദളിതരുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. 1898 അവർണ്ണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആവശ്യപ്പെട്ട് നടന്ന ലഹളയാണ് ആറാലമൂട് ലഹളയും ചാലിയത്തെരുവ് ലഹളയും. ആറാലമൂട് ലഹള തിരുവിതാംകൂറിൽ അവർണ്ണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ആദ്യത്തെ സായുധ ലഹളയാണ്. ആറാലമൂട് ലഹള അറിയപ്പെടുന്നത് തിരുവിതാംകൂറിൽ അവർണ്ണരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ആദ്യത്തെ സായുധ ലഹളയാണ്. 1904 തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക കലാപം നടന്നു. 1904-05 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക ലഹള നടന്നു. 1905 വെങ്ങന്നൂരിലെ താഴ്ന്ന ജാതിക്കാർക്കായി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. 1905 വെങ്ങന്നൂരിൽ താഴ്ന്ന ജാതിക്കാർക്കായി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. 1907 വെങ്ങന്നൂരിൽ അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലനി സംഘം. സംഘടന സ്ഥാപിതമായ വർഷം 1907. പുലയ മഹാസഭ എന്നും അറിയപ്പെടുന്നു. സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. വെങ്ങന്നൂരിലെ സംഘടന രൂപീകരിക്കാൻ മാതൃകയായ സംഘടന SNDP ആണ്. SNDPയുടെ ഒരു മാതൃകയിലാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചിരിക്കുന്നത്. സാധുജന പരിപാലനി എന്നതാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലനി. ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലനി. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മാസിക എന്നും അറിയപ്പെടുന്നത് സാധുജന പരിപാലനിയാണ്. പ്രസിദ്ധീകരണം നടത്തിയത് ചങ്ങനാശ്ശേരി സുദർശനം പ്രസ്സിലാണ്. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന പേര് മാറ്റിയത് 1938 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്നും അറിയപ്പെടുന്നു. അയ്യങ്കാളിയുടെ മറ്റ് സമരങ്ങൾ നോക്കാം. 1912 നെടുമങ്ങാട് ചന്ത ലഹള നടന്നു. 1912 നെടുമങ്ങാട് ചന്ത ലഹള നടന്നു. നെടുമങ്ങാട് ചന്തയിൽ അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് നെടുമങ്ങാട് ചന്ത ലഹള. 1912 നടന്നത്. അടുത്ത് കല്ലുമാല സമരം. 1915 ഒക്ടോബർ 24 നടന്ന സമരമാണ് കല്ലുമാല സമരം. പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾക്ക് പകരം ആധുനിക ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നടന്ന ലഹളയാണ് കല്ലുമാല സമരം. കൊല്ലം ജില്ലയിലെ പെരിനാട് ആയിരുന്നു പ്രധാന കേന്ദ്രം. അതുകൊണ്ട് ഇതിനെ പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. പങ്കെടുത്ത വനിത ആര്യവള്ളമാണ്. കല്ലുമാല സമരം നടന്നത് 1915 ഒക്ടോബർ 24 അടുത്ത് ഊരുട്ടമ്പര ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള. ഇത് നടന്നത് 1915 പഞ്ചമി എന്ന കുട്ടിയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ലഹളയാണ്. പഞ്ചമി എന്ന കുട്ടിയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അഗ്നിക്കിരയ്ക്ക് ഇരയാക്കിയ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഊരുട്ടമ്പലത്താണ്. ഊരുട്ടമ്പലം സ്കൂളിൻ്റെ പുതിയ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ്. അതായത് ഊരുട്ടമ്പലം
സ്കൂളിൽ പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് പ്രവേശനവുമായി അനുബന്ധിച്ച് നടന്ന ലഹളയാണ് 90-ാം ആണ്ട് ലഹള, ഊരുട്ടമ്പല ലഹള, കാന്താ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. അയ്യങ്കാളിയുടെ ഒരു പ്രസ്താവന: ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. ഞാനിതാ പുതിയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. അയ്യങ്കാളിയുടെ പ്രസ്താവനകളാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങൾ മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് അയ്യങ്കാളി പറഞ്ഞു. 1937 ഗാന്ധിജിയെ കണ്ടുമുട്ടി. അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് 1937 പുലേ രാജ, തളരാത്ത യോദ്ധാവ് എന്നിങ്ങനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയാണ്. 1937 ഗാന്ധിജിയെ കണ്ടുമുട്ടി. ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാണ് പുലേ രാജ, തളരാത്ത യോദ്ധാവ് എന്നിങ്ങനെയൊക്കെ. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി 2010 കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ആരംഭിച്ചത്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി 2010 കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ആരംഭിച്ചു. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങന്നൂരിലെ ചിത്രകൂടം എന്ന സ്ഥലത്താണ്. വെങ്ങന്നൂരിലാണ് അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നു. അയ്യങ്കാളിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പഞ്ചജന്യം. അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലം. അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി ഇസ്രാ ഡേവിഡാണ് അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി. പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. 1980 ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ. വെള്ളയമ്പലത്തെ അയ്യങ്കാളി ഭവനാണ് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് അയ്യങ്കാളി ഭവൻ, തൃശ്ശൂരിൽ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ അയ്യങ്കാളി ഭവനിലാണ്. തിരുവനന്തപുരത്തെ BJT ഹാളിൻ്റെ പേരാണ് അയ്യങ്കാളി ഹാൾ. തിരുവനന്തപുരത്തെ BJT ഹാളിൻ്റെ പേരാണ് അയ്യങ്കാളി ഹാൾ. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം എഴുതിയത് TSP ചന്ദനശ്ശേരിയാണ്. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം എഴുതിയത് TSP ചന്ദനശ്ശേരിയാണ്. കേരളത്തിലെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്ന പുസ്തകം എഴുതിയത് TSD ചന്ദനശ്ശേരി തന്നെയാണ്. കേരളത്തിൻ്റെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്ന പുസ്തകം എഴുതിയത് TSP ചന്ദനശ്ശേരി തന്നെയാണ്. ആഗസ്റ്റ് 28 അയ്യങ്കാളി ജയന്തി. കേരളത്തിലെ പൊതു അവധിയാണ്. ആഗസ്റ്റ് 28 അയ്യങ്കാളി ജയന്തി. കേരളത്തിൽ പൊതു അവധിയാണെന്ന്. അയ്യങ്കാളിയുടെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് 2002 ഓഗസ്റ്റ് 12 2002 ഓഗസ്റ്റ് 12 അയ്യങ്കാളിയുടെ സ്റ്റാമ്പ് പുറത്തിറങ്ങി.